وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. عن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم كان إذا اشتكى يقرأ على نفسه بالمعوذات وينفث. സ്വഹീഹായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം വന്നാൽ യഖറഉ അലാ നഫ്സിഹി, അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തിന്റെ മേൽ ഹബീബായ തങ്ങൾ ഓതും ബിൽ മുഅവ്വിദാത്ത്, മുഅവ്വിദാത്തുകളെ കൊണ്ട്. എന്താ മുഅവ്വിദാത്ത് സൂറത്ത് ഏതാണ്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. മുഅവ്വിദത്തൈനിയാണത്. പക്ഷെ മുഅവ്വിദാത്ത് എന്ന് പറയുമ്പോൾ ഖുൽ ഹുവല്ലാഹും പെടുന്നതാണ്. ഖുൽ ഹുവല്ലാഹും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, മുഅവ്വിദത്താൻ അല്ലെങ്കിൽ മുഅവ്വിദത്തൈൻ രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും ഇറങ്ങുമ്പോൾ ആ സ്ഥലത്തെ ജിന്നുകളുടെയും പിശാചുക്കളുടെയും ശല്യങ്ങളില്ലാതിരിക്കാൻ വേണ്ടി ദുആരക്കുമായിരുന്നു. രാത്രിയായാൽ തങ്ങൾ പ്രത്യേകമായ ദുആ ചെയ്യുമായിരുന്നു. അസുഖം വരുമ്പോൾ തങ്ങൾ ദുആരക്കുമായിരുന്നു. ഓരോ പ്രയാസങ്ങൾക്കും ഞങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഇറങ്ങിയപ്പോൾ തറകഹുന്ന, ആ എല്ലാ ദുആയും മാറ്റിവെച്ചു. തങ്ങൾ പിന്നെ ഈ രണ്ട് സൂറത്ത് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. മുഅവ്വിദാത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് കൂടെ വന്ന ആയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു ജല്ല ജലാലുവിൻ്റെ അദ്ദാത്തുൽ അലിയ, അള്ളാഹുവിൻ്റെ മഹത്തരമായ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന സൂറത്തായതുകൊണ്ടാണ് ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസുൽ ഖുർആൻ. ഖുർആൻ 3 ഭാഗമാണെങ്കിൽ 1/3 ഖുൽ ഹുവല്ലാഹു അഹദാണ്. അത്രയും പവറുള്ള സൂറയാണത്. ചിലരിങ്ങനെ കളിയാക്കും, എല്ലായിടത്തുണ്ട് മൗലവിമാർക്കൊരു അൽഫാത്തിഹ. എന്താ അങ്ങനെ പറയേണ്ട കാര്യം? ഇത് മുസ്ലിം അല്ലാത്ത ഒരാൾ പറയണമെങ്കിൽ ഓക്കെ, അവർക്ക് പിന്നെ എന്തും പറയാം. അവരറിയില്ലാത്തവരാണ്, വിവരമില്ലാത്തത് കൊണ്ടായിരിക്കും. ഇത് ഒരു മരണ വീട്ടിൽ അവിടെ ദ്വാരക്കാൻ നിന്നാൽ ഇവിടെ ദ്വാരക്കണ്ട കേട്ടോ. നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുന്ന സദസ്സാണ്, ഒരു പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു ഫാത്തിഹ ഉമ്മുൽ കിതാബ്, ഖുർആനിൻ്റെ ഉമ്മയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് 3 ഓതിയ ഖുർആൻ മുഴുവനായിട്ട് ഓതിയ ഫضലാണ്. പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, എല്ലാ ഷർറിനും കാവലാണ്. അത് ഓതിയിട്ട് ദ്വാരക്കാൻ വിടൂല. ഇത് നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതാ ചോദ്യം. പൊന്നാര ചങ്ങാതി, ഇങ്ങനെ ചെയ്യരുത് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. മുഅ്മിനീങ്ങൾക്ക് വിശാലമാക്കി തന്ന വിഷയങ്ങളുണ്ട്. ദിക്റുകൾ അങ്ങനെയാണ്, എപ്പോഴും ചൊല്ലാം. ബാത്റൂമിൽ നിന്ന് അങ്ങനെ ചെല്ലാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ, അല്ലെ ചെല്ലാൻ പാടില്ല, അല്ലെ ഖുർആൻ പിന്നെ ഓതാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ജനാബത്ത്, മറ്റു വിഷയങ്ങൾ ഒക്കെ മഫ്തൂഹാൻ. നിങ്ങൾ എവിടുന്ന് എന്തുമായിരുന്നോ, എവിടുന്ന് ദിക്റ് ചൊല്ലിക്കോ, എണ്ണം എത്ര വേണമെങ്കിലും ചൊല്ലിക്കോ. അതൊക്കെ എന്ത് ചെയ്തു? അവിടെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഈ സാധുക്കൾ എന്താണ്? ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവർ സദസ്സിൽ ദ്വാരക്കുമ്പോൾ കൈ വെക്കൂല. ഞാൻ എന്ത് പൊക്കിയാൽ ഞാൻ അതുമാറ്റ ഉത്തരം കിട്ടിയാലോ, എൻ്റെ ഒരു വോട്ടേക്ക് വേണ്ട, ഇതാണ് എൻ്റെ അർത്ഥം. ഇതൊക്കെ വിവരമില്ലായ്മ എന്നല്ല, എന്താ പറയുക. ഇത്രയും ഇൽമും വിവരങ്ങളുള്ള കാലത്തും നമ്മുടെ നാട്ടിലൊക്കെ എത്ര ഇങ്ങനെ ഒരു നിക്കാഹ്, ഒരു പുതിയണ്ണ് ഇറങ്ങുകയാണ്, ഒരു പുതിയാപ്പിള ഇറങ്ങുകയാണ്, ഒരു മയ്യത്തിനെ യാത്രയാക്കുകയാണ് ഖബറിലേക്ക്. ഒരാൾ യാത്ര പുറപ്പെടുകയാണ്, ആ വീട്ടിൽ ദ്വാരക്കൂലേ? എത്ര വലിയ പുണ്യമാണ്. എന്താണ് അത് ദ്വാരക്കണത്? ഒന്ന് ഫാത്തിഹ, ഖുർആനല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത്രയും പവർഫുള്ളായ സൂറകളാണത്. അതൊക്കെ ഒന്ന് ഓതി കിട്ടാനല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കണം. ഒരു മനുഷ്യൻ ഒന്ന് ഓതി തരട്ടെ, ആരെങ്കിലും ഒന്ന് ദുആ ചെയ്യട്ടെ, ഒന്ന് ആമീൻ പറഞ്ഞാൽ പോരെ. എത്ര ഭാഗ്യമാണ്, എത്ര സൗഭാഗ്യമാണ്, എത്ര പുണ്യമാണ്. ഉമ്മമാരും വാപ്പമാരൊക്കെ മരിച്ചു കിടക്കുമ്പോഴേ എത്ര സൊറ പറഞ്ഞാലും കുഴപ്പമില്ല, അവിടെ ഖുർആൻ ഓതിയ എണീറ്റ് പോകണം ഇല്ലേ? ഖുർആൻ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുന്ന മക്കളില്ലേ? ആരാ ഇവരെങ്ങനെയൊക്കെ പഴപ്പിച്ചത്? ആരാണ് ഇവരുടെ തലയിലേക്ക് ഇങ്ങനെ വിഷം വെച്ചു കൊടുത്തത്? അവിടെ വർത്തമാനം പറയുന്നതും സൊറ പറയുന്നതും അതിനൊക്കെ ഒന്നും തെളിവ് വേണ്ട. ഇതിന് തെളിവ് വേണമല്ലോ. അവിടെയാണ് ചെയ്യരുത് എന്ന് പറഞ്ഞ വിഷയങ്ങൾ ചെയ്യാൻ പാടില്ല. മഫ്തൂഹായി വിട്ട ചില വിഷയങ്ങളുണ്ട്, അത് ലിമിറ്റ് ചെയ്തിട്ടില്ല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം ഇബാദത്തുകൾ എവിടെ ചെയ്താലും
ഇബാദത്ത് ഇബാദത്തല്ലേ, ഖുർആൻ ഖുർആനല്ലേ, ദിക്ർ ദിക്റല്ലേ. അങ്ങനെ ഒരു അവസ്ഥയിലെങ്കിലും ഇതൊരു ദിക്റാണ്, ഇതൊരു ഖുർആനാണ്, ഇത് അള്ളാഹുവിന്റെ കലാമാണ്. അത് നമ്മുടെ വർത്തമാനങ്ങളെക്കാളും എത്രയോ പുണ്യമാണ്. അവിടെ ബറക്കത്ത് വരും, അവിടെ മലായിക്കത്തോ റഹ്മ വരും. ഇത് ചിന്തിക്കാനുള്ള ഒരു ചെറിയൊരു ബുദ്ധി പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. അള്ളാഹു തെറ്റിദ്ധരിച്ചവർക്ക് തെറ്റിദ്ധാരണ മാറാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. പുണ്യനബിതങ്ങൾ മുഅവ്വിദാത്തുകൾ ഓതുകയും വയംഫുസു, ശരീരത്തിലേക്ക് ഊതുകയും ചെയ്യും. നഫസ എന്ന് പറഞ്ഞ ഊതുക എന്നാണ്, ഊതും തങ്ങള്. ഫലമ്മശ്തദ്ദ വജഉഹു, ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറയുന്ന അവസാനത്തെ അസുഖം ഹബീബിന് വന്നപ്പോൾ കുൻതു അഖറഉ അലൈഹി, ഞാൻ ആയിഷ ബീവി പറയാ റളിയല്ലാഹു അൻഹ, ഞാൻ ഹബീബിന്റെ ദേഹത്തേക്ക് ഖുർആൻ ഓതും അരികത്തെ വെച്ച്. അധികം ഉറങ്ങുന്ന നേരത്ത് വേദന വരുമ്പോൾ ഒക്കെ തങ്ങൾ ചെയ്യും. വംസഹു ബിയദിഹി, തങ്ങൾ എന്താ ചെയ്യുക, കയ്യിലേക്ക് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓരോന്ന് ഓരോ തവണ കയ്യിലേക്ക് ഊതും. എന്നിട്ട് എവിടെയൊക്കെ കയ്യെത്തുമോ മസ്തതാഅ, ശരീരം മുഴുവനും തടവും ഉറങ്ങുന്നതിന് മുമ്പ്. വീണ്ടും ഓതും, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. എന്നിട്ട് ഊതും, രണ്ട് കൈകളും ദേഹം മുഴുവൻ തട്ടുന്നിടത്ത് ഒന്നാകെ കൈകൊണ്ട് തടവും. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യും. തങ്ങളുടെ അസുഖം വർദ്ധിച്ചപ്പോൾ തങ്ങൾക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, തങ്ങളുടെ കൈ ഞാൻ എൻ്റെ കയ്യിലേക്ക് എടുത്തു വെക്കും. എന്നിട്ട് ഞാൻ ഓതും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, ഞാൻ ഓതിയിട്ട് ഹബീബിന്റെ കയ്യിലേക്ക് ഊതും. ഹബീബിന്റെ കൈ പിടിച്ചിട്ട് ഞാൻ ഹബീബിന്റെ കൈ തങ്ങളുടെ ദേഹത്ത് പറ്റുന്നിടത്തൊക്കെ ഞാൻ ആ കൈ ഇങ്ങനെ ചലിപ്പിക്കും. റജാ ബറക്കത്തിഹാ, ആ കൈയിന്റെ ബറക്കത്ത്, അതിൻ്റെ കൈ കൊണ്ട് ഞാൻ തടവണ പോലെയല്ലല്ലോ, ഹബീബിന്റെ കൈയല്ലേ, ആ ബറക്കത്ത് അതാവട്ടെ തങ്ങളുടെ ദേഹത്ത് തട്ടേണ്ടത് എന്നാഗ്രഹിച്ചുകൊണ്ട് ഹബീബിന്റെ കൈ കൊണ്ടാണ് ഞാൻ തടവി കൊടുക്കാറുള്ളത് തങ്ങൾക്ക് വേണ്ടി എന്ന് ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹാ. لأنها كانت أعظم بركة من يدي. സ്വഹീഹ് മുസ്ലിമിലെ റിവായത്ത് അങ്ങനെ, എൻ്റെ കയ്യിനേക്കാളും ബറക്കത്ത് ഹബീബിന്റെ കയ്യിനാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെ ഷിഫാഇൻ്റെ ഈ ദിക്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം.